സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചതായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്രം അനുവദിക്കണമെന്നും നിറം സ്കൂളിന് തീരുമാനിക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സർക്കാരിന്റെ നിലപാട് ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതരുടെ പ്രതികരണം. പക്ഷേ ക്ലാസ്സിൽ നിന്ന് പുറത്തു നിർത്തിയതുൾപ്പെടെ കുട്ടിയുടെ അവകാശ ലംഘനമാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയിട്ടുള്ള പ്രതികരണം. സ്കൂൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കാമെന്ന് നേരത്തെ വ്യക്തമാക്കിയ രക്ഷിതാക്കൾ സർക്കാർ തീരുമാനത്തിന് ശേഷം എന്തു നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തിയതാണ് വിവാദങ്ങൾക്ക് കാരണം. സംഭവം ക്രമസമാധാന പ്രശ്നമായെന്ന് ചൂണ്ടിക്കാണിച്ച സ്കൂൾ അടച്ചിടുകയായിരുന്നു. ഇതിനിടയിലാണ് വിദ്യാർത്ഥിയുടെ അച്ഛൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയത്. ഇതിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ. സ്കൂളിന് വീഴ്ച സംഭവിച്ചുവെന്നും കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ചെത്താമെന്നും നിറവും ഡിസൈനും സ്കൂളിന് തീരുമാനിക്കാമെന്നുമാണ് സർക്കാർ പുതിയ നിലപാടെടുത്തത്. നാളെ റിപ്പോർട്ട് നൽകണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി. എന്നാൽ ഇതിനെതിരെ സ്കൂൾ അധികൃതർ രംഗത്തു വന്നു. യൂണിഫോം കോഡ് പാലിക്കാൻ രക്ഷിതാവും വിദ്യാർത്ഥിയും തയ്യാറായപ്പോൾ സർക്കാർ വിവാദമുണ്ടാക്കുകയാണെന്നായിരുന്നു സ്കൂളിനെ പ്രതിനിധീകരിച്ച അഭിഭാഷകരുടെ വാക്കുകൾ. കുഞ്ഞിന്റെ മാതാപിതാക്കളും അതിന് റെഡിയായി നാളെ മുതൽ സ്കൂളിൽ അത്തരത്തിലൊരു സമീപനത്തിന് തയ്യാറാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ അച്ഛൻ അറിയിച്ചിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലൊരു ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. സ്കൂൾ മാനേജ്മെൻറ്റും ഈ പേരൻസുമായിട്ട് സെറ്റിൽ ചെയ്യാൻ നാളത്തേക്ക് സംസാരിച്ച് തീർക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് വർഗീയത ആളിക്കത്തിച്ച് നമ്മൾ വിശ്വസിക്കുന്ന മതേതരത്വത്തെയും സെക്കുലറിസത്തെയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ രക്ഷിതാവുമായി സമവായ ചർച്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് നിയമമനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാമെന്ന കുട്ടിയുടെ രക്ഷിതാവ് നിലപാട് സ്വീകരിച്ചത്. വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിടവും നൽകില്ലെന്നായിരുന്നു കുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കിയത്. നാളെ ഒരിക്കലും ഇതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആകരുത് എന്നുള്ള ഒരൊറ്റ ഇത് വർഗീയ പരാമർശം പറയുന്ന ആളുകൾക്ക് യാതൊരുവിധ സ്പേസും ഞാനിവിടെ കൊടുക്കുന്നതല്ല. അതേസമയം സർക്കാർ നിലപാട് വന്നതോടെ കുട്ടിയും രക്ഷിതാവും ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. 2 ദിവസം അടച്ചിട്ടതിന് പിന്നാലെ നാളെ സ്കൂൾ തുറന്നു പ്രവർത്തിക്കും. പോലീസ് സംരക്ഷണയോടെയായിരിക്കും നാളെ സ്കൂൾ പ്രവർത്തിക്കുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.